students, welcome to Aranda's YouTube class. അപ്പോൾ എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസംബർ 3rd വീക്കിന്റെ അപ്പോയിന്റ്മെന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടന്റ് ഡേയ്സും സ്കീംസും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി സെക്ഷനാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ SSC, ബാങ്ക്, PSCയുമായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. എക്സ്പേർട്സ് നിങ്ങളുടെ ഡൗട്ട്സുമായിട്ട് എന്ത് ചെയ്യും, ഡൗട്ട്സിന് മറുപടി ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ സ്പോർട്സ് റിലേറ്റഡും അതുപോലെ സ്പോർട്സ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൂടുതൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. പിന്നെ അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, ഇത് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നമ്മളത് സ്പോർട്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോകാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹു ഹാസ് ബീൻ ഹോണേർഡ് വിത്ത് ദ 2022 WTA പ്ലെയർ ഓഫ് ദി ഇയർ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, WTA പ്ലെയർ ഓഫ് ദി ഇയർ 2022 ആയിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് ആരെയാണ്? അതിനാണെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ആരൊക്കെയാന്നൊക്കെ? റൂട്ട് കാസ്പർ, ഇഗ സ്വൈതക്, നഡാൽ, റാഫേൽ, അതുപോലെ മെഡ്വിഡ് ഡാനിയൽ. ഓക്കെ, നിങ്ങൾ ആയിരുന്നുവെങ്കിൽ ഏത് ഓപ്ഷൻ എന്തിരിക്കുന്നേ മാർക്ക് ചെയ്തേനെ? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചില്ലെങ്കിൽ കമന്റ് ചെയ്തേക്കുന്ന ആൻസർ കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ഓക്കെ, ഇഗോ സ്വൈതക്കാണ് 2022 WTA പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആരെയാണ്? ഇഗ സ്വൈതക്കാണ് സെലക്ട് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പോർട്സിൽ അടുത്ത് വന്നേക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ, 2022 മാസ്റ്റേഴ്സ് ഓഫ് ദി WGO അവാർഡ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? ഹു ഹാസ് റിസീവ്ഡ് ദ 2022 മാസ്റ്റേഴ്സ് ഓഫ് ദി WGO അവാർഡ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. വെങ്കയ്യ നായിഡു, KR പളനിസ്വാമി, ആശ്ലിക് ബാട്ടി, ഗുരുദീപ് സിംഗ്. നിങ്ങളായിരുന്നുവെങ്കിൽ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്തേക്കെ? ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രം ആഡ് ചെയ്ത് ഞാൻ ക്ലാസ് ഇട്ടേക്കണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊന്ന് നോക്കിയേക്ക് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്തേനെ? നമുക്കൊന്ന് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ KR പളനിസ്വാമിക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2022 മാസ്റ്റേഴ്സ് ഓഫ് WGO അവാർഡ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? KR പളനിസ്വാമിക്കാണ്. ഓക്കെ അല്ലേ? അടുത്ത ഇമ്പോർട്ടൻ്റ് സ്പോർട്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കൺട്രി ഹാസ് സ്റ്റോപ്ഡ് അറ്റ് ദ 19th ഇന്റർനാഷണൽ ജൂനിയർ സയൻസ് ഒളിമ്പിയാഡ്? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ജൂനിയർ സയൻസ് ഒളിമ്പിയാഡ് 2022 IGSO 2022. അതിൽ നമുക്ക് ടോപ്പ് വന്നേക്കുന്ന ഏത് കൺട്രി എന്നാണ് ക്വസ്റ്റ്യൻ. അർജന്റീന, ഇന്ത്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്. 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളായിരുന്നെങ്കിൽ ഏത് മാർക്ക് ചെയ്തേനെ? നല്ല ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ജൂനിയർ സയൻസ് ഒളിമ്പിയാഡ്, അതിൽ ടോപ്പ് വന്നേക്കുന്ന കൺട്രി ആരാണെന്ന് നോക്കിക്കേ. ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യക്കാണ് കിട്ടിയിരിക്കുന്നത്. ഏതാ? നമ്മുടെ സയൻസ് ഒളിമ്പിയാഡ്, ജൂനിയർ സയൻസ് ഒളിമ്പിയാഡിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് കളയല്ല കേട്ടോ. വിച്ച് കൺട്രി വിൽ ബി ദ ഫസ്റ്റ് ടു ഓപ്ഷൻ സ്പെക്ട്രം ഫോർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ? ഓക്കെ അല്ലേ? വിച്ച് വിൽ കൺട്രി ദ ഫസ്റ്റ് ടു ഓപ്ഷൻ സ്പെക്ട്രം ഫോർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ? ഏത് കൺട്രി ആയിരിക്കും അത് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത്? USA, ചൈന, ജപ്പാൻ, ഇന്ത്യ. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണിത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്തേക്കുക? USA, ചൈന, ജപ്പാൻ, ഇന്ത്യ. ആൻസർ നോക്കിയേ, അതും നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഇന്റർനാഷണൽ ജൂനിയർ സയൻസ് ഒളിമ്പിയാഡിലും അതുപോലെ ഓപ്ഷൻ സ്പെക്ട്രം ഫോർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തേക്കുന്നത് രണ്ടിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യരുത്, 2 ക്വസ്റ്റ്യന് കളയരുത്. നല്ലൊരു 2 ക്വസ്റ്റ്യൻസ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇന്ത്യ ഗെറ്റ്സ് ലാസ്റ്റ് ഓഫ് ദി 36 IAF റാഫേൽ എയർക്രാഫ്റ്റ്. അപ്പോൾ നമ്മുടെ 36ാമത് IAF ഇന്ത്യൻ എയർഫോഴ്സിന്റെ റാഫേൽ എയർക്രാഫ്റ്റ് ഏത് കൺട്രിയിൽ നിന്നാണ് ഇന്ത്യ കിട്ടിയേക്കുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. റാഫേൽ എവിടെ നിന്ന് തന്നെയാണ് ഒരു ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓക്കെ, 36ാമത് കിട്ടുമ്പോഴത്തേക്ക് ഡൗട്ട് ആവേണ്ട. നോക്കി ഒന്ന് കറക്റ്റായിട്ട് മാത്രമേ ഇത് തെറ്റിക്കരുത്, തെറ്റിച്ച നാണക്കേടാണ് കേട്ടോ. റഷ്യ, USA, ഫ്രാൻസ്, ജപ്പാൻ. ഏത് കൺട്രിയിൽ നിന്നാണ് നമ്മൾ റാഫേൽ വാങ്ങിച്ചേ? ഒന്ന് നോക്കിയേ. അപ്പോൾ നമ്മുടെ ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? റാഫേൽ വിമാനം വാങ്ങിച്ചിരിക്കുന്നത്. 36 IAF റാഫേൽ വിമാനം നമ്മുടെ ലാസ്റ്റ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്രാൻസ് ആണ് റാഫേൽ കിട്ടിയിരിക്കുന്നത്, ഫ്രാൻസിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. What is the largest range of Agni 5 missile? Okay, largest range of Agni 5 missile largest range എന്നാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കുന്നേ ഉള്ളൂ. Agni 5 missile ഈ അടുത്തിടയ്ക്ക് എന്തുണ്ടായിരുന്നു? ന്യൂസിലുണ്ടായിരുന്നു. ആൻസർ നോക്കിയേ, ഓപ്ഷൻ 3500, 5000, 5500, 7000. ആൻസർ എത്ര കിലോമീറ്ററാ?
5000 കിലോമീറ്റർ ആണ് ആൻസർ. ലാർജസ്റ്റ് റേഞ്ച് ഓഫ് അഗ്നി 5 മിസൈൽ ഏതാണ് വന്നേക്കുന്നത്? 5000 കിലോമീറ്റർ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് ന്യൂസിൽ ഉണ്ടായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്താണ് ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് ദ അരുണോദയ 2.0 സ്കീം? ഇതൊക്കെ ഒരു 2-3 സ്കീംസ് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്, തെലങ്കാനയൊക്കെ കൊണ്ടുവന്ന പുതിയ പുതിയ സ്കീംസ്. അങ്ങനെയാണെങ്കിൽ അരുണോദയ 2.0 സ്കീം നമ്മൾ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തേക്കുന്നത്? അരുണോദയ 2.0 സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റാ? നോക്കിക്കേ, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, പഞ്ചാബ്, ആസാം. നിങ്ങളായിരുന്നെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്തേനെ? നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആസാം ആണ്. അരുണോദയ 2.0 സ്കീം നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എവിടാണെന്ന്? ആസാമിൽ നിന്നാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആഡ് ചെയ്തേക്കുന്നത്. അരുണോദയ 2.0 സ്കീം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോക്സിൽ പഠിച്ചതാണ് അരുണോദയ. അപ്പോൾ അത് നമ്മുടെ ആസാമാണ് എന്ത് ചെയ്തേക്കുന്നത്? ലോഞ്ച് ചെയ്തേക്കുന്നത് അരുണോദയ എന്ന ബോക്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ജസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇല്ലായിരുന്നു. അപ്പോൾ അരുണോദയ സ്കീം 2.0 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആരാ കൊണ്ടുവന്നേക്കുന്നത്? ആസാമാണ് കൊണ്ടുവന്നേക്കുന്നത്. നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ലാർജസ്റ്റ് എസ്കേപ്പ് ടണൽ ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഇൻ. ഇന്ത്യാസ് ലാർജസ്റ്റ് എസ്കേപ്പ് ടണൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ന്യൂസിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആഡ് ചെയ്തേക്കുന്നത്. ആൻസർ എന്താണ്? ജമ്മു ആൻഡ് കാശ്മീർ ആണ് ഇന്ത്യയുടെ ലോങ്ങസ്റ്റ് എസ്കേപ്പ് ടണൽ. ഓക്കെ അല്ലേ? അതുപോലെ അടൽ ടണൽ അറിയാലോ, നമ്മുടെ റോഹ്താങ് പാസ്, ഹിമാചൽ പ്രദേശ്. ഇതിനൊക്കെ ഇന്ത്യയുടെ ലോങ്ങസ്റ്റ് എസ്കേപ്പ് ടണൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. സോറി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് എന്തൊക്കെയാ? ഡിഫൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, സ്പോർട്സ് റിലേറ്റഡ് ആണ്, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും ഈ 3 സെക്ഷനും നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചേക്കുക. ആദ്യം നമ്മൾ പോയത് ഏതൊക്കെ? അപ്പോയിൻമെൻറ്റ് പോയിട്ടുണ്ട്, സ്കീംസ് പോയിട്ടുണ്ട്. അത് രണ്ടും കഴിഞ്ഞ എക്സാംസിന് കൂടുതലായിട്ട് കയറി ചോദിച്ചത് കൊണ്ടാണ് അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പറഞ്ഞത്. അപ്പോൾ ഡിസംബർ 3rd വീക്കിൽ നടന്ന അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഴയ സ്കീംസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നോക്കി റിവിഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതിനൊന്നും പ്രശ്നമാക്കേണ്ട. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ മറ്റെന്ത് കാര്യത്തിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്